PSC പരീക്ഷകളിൽ കലയും സാഹിത്യവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ് മൂർത്തിദേവ് പുരസ്കാരം. അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം. ഭാരതീയ ജ്ഞാനപീഠ ട്രസ്റ്റ് നൽകുന്ന ഒരു പുരസ്കാരമാണ് മൂർത്തിദേവി പുരസ്കാരം. ഭാരതീയ ജ്ഞാനപീഠ ട്രസ്റ്റ് സ്ഥാപകൻ ആരാണ് ചോദിച്ചാൽ സാഹുബ് ശാന്തി പ്രസാദ് ജെയിൻ ആണ്. ഇദ്ദേഹത്തിന്റെ അമ്മ മൂർത്തിദേവിയുടെ സ്മരണാർത്ഥമാണ് 1982 മുതൽ മൂർത്തിദേവ് പുരസ്കാരം നൽകി തുടങ്ങിയത്. ഇനി ഇന്ത്യൻ ഭരണഘടനയുടെ 8ാം ഷെഡ്യൂൾ ഉൾപ്പെടുത്തിയിട്ടുള്ള 22 ഭാഷകളെ എഴുതുന്ന എഴുത്തുകാരുടെ ചിന്താത്മകവും ഭൗതികമായ കൃതിക്കാണ് പുരസ്കാരം നൽകുന്നത്. അപ്പൊ ഇന്ത്യൻ ഭരണഘടനയിലെ 8ാം ഷെഡ്യൂൾ ഉൾപ്പെടുത്തിയ 22 ഭാഷകളിൽ എഴുതുന്ന കൃതികൾക്കാണ് മൂർത്തിദേവ് പുരസ്കാരം നൽകുന്നത്. ഇനി മൂർത്തിദേവ് പുരസ്കാരം എന്ന് പറയുന്നത് സരസ്വതി പ്രതിമ, പ്രശസ്തി പത്രം, 4 ലക്ഷം രൂപ എന്നിവ അടങ്ങിയതാണ് മൂർത്തിദേവ് പുരസ്കാരം. ഇനി 1983 ആദ്യത്തെ മൂർത്തിദേവ് പുരസ്കാരം ലഭിച്ചത്. അത് കന്നഡ എഴുത്തുകാരനായ CK നാഗരാജുവാണ്. അദ്ദേഹത്തിന്റെ കൃതിയാണ് പട്ടമഹാദേവി ശാന്തള ദേവി എന്നത്. ഇനി 1984 രണ്ടാമത്തെ പുരസ്കാരം ലഭിച്ചത് ഹിന്ദി എഴുത്തുകാരനായ വീരേന്ദ്രകുമാർ സക്ലേച്ചിക്കാണ്. അദ്ദേഹത്തിന്റെ കൃതിക്കാണ് ലഭിച്ചത്. ഇനി മൂർത്തിദേവ് പുരസ്കാരം ലഭിക്കുന്ന ആദ്യ വനിത എന്ന് പറയുന്നത് ഒഡിയ എഴുത്തുകാരിയായ പ്രതിഭ റായി ആണ്. അവരുടെ യാജ്ഞസേനി എന്ന കൃതിക്കാണ് മൂർത്തിദേവ് പുരസ്കാരം ലഭിക്കുന്നത്. മലയാളത്തിൽ ആദ്യമേ മൂർത്തിദേവ് പുരസ്കാരം ലഭിക്കുന്നത് 2009 അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്കാണ്. മലയാളത്തിൽ 3 പേർക്ക് മൂർത്തിദേവ് പുരസ്കാരം ലഭിക്കുകയുണ്ടായി. ആ 3 പേരും ലഭിച്ചത് അക്കിത്തം അച്യുതൻ നമ്പൂതിരിയാണ് ഒന്നാമത്തെ ആള്. 2003 അദ്ദേഹത്തിന് ലഭിക്കുന്നത്. 2009 അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്ക് 2009 അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്ക് മൂർത്തിദേവ് പുരസ്കാരം ലഭിക്കുന്നത്. ഇനി 2013 തീക്കടൽ കടന്ന തിരുമുദ്രം എന്ന നോവലിലൂടെ C രാധാകൃഷ്ണനും 2016 ഹൈമോദഭൂവിൽ എന്ന യാത്രാവിവരണത്തിലൂടെ MP വീരേന്ദ്രകുമാറിനും മൂർത്തിദേവ് പുരസ്കാരം ലഭിക്കുകയുണ്ടായി.